ഹായ് ഗായ്സ്, ഞാൻ കുറേ നാൾ കൊണ്ട് കാണാൻ ആഗ്രഹിച്ച ഒരാളുണ്ട് കേട്ടോ. ആളെ മോനിക്കയുടെ വീഡിയോയിലാണ് ഞാൻ ആളെ കാണുന്നത് തന്നെ. അപ്പം ഞാൻ കുറേ ആഗ്രഹിച്ചു. മോനിക്കോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ വരികയാണെങ്കിൽ ആളെ എനിക്ക് എന്തായാലും കാണുന്നത്. ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. രാത്രി ഒന്ന് നോക്കി ആൾ പറഞ്ഞു ഓ കുട്ടീനെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിനെ മോനിക്കയായിട്ടാണ് എനിക്ക് സാധിച്ചു തന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആരാന്നുള്ളത് നിങ്ങളും ചിലപ്പോൾ വിചാരിക്കേണ്ട ആരെയാണ് ഈ നന്ദനം പോഴ്ത്തി പറയുന്നത് എന്നുള്ള ആരാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഡോക്ടറും എഞ്ചിനീയറുമായ നഫൂൾസ് മിസിലെ ചേച്ചി. അത് മതി. ശരിക്കും പേര് പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് എഞ്ചിനീയറായി ഡോക്ടറായി വരേണ്ടി വരും തോന്നുന്നുണ്ട്. അത്രയും ബുദ്ധിമുട്ടാണ്. സ്വന്തം പേര് പറയാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. എല്ലാവരോടും പറയുമ്പോൾ ആൾക്കാർ ബുദ്ധിമുട്ടാറുണ്ടോ ശരിക്കും പറഞ്ഞാൽ? കുറച്ച് പേർക്കൊന്നും അത്ര ആ കുറച്ച് പേരിൽ ഒരാളാണ് ഞാൻ എപ്പോൾ തൊട്ട് പഠിക്കാൻ തുടങ്ങിയ പേരാണെന്നറിയോ? മോനിക്കയുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് മിസിലെ ചേച്ചി എന്ന് വിളിക്കല്ലേ നല്ലത്. നേരിട്ട് കാണുമ്പോൾ എന്ത് വിളിക്കണം എന്നറിയില്ല. മിസിലെ ചേച്ചി എന്ന് വിളിച്ചാൽ മതിയോ? എന്ത് വിളിക്കാൻ ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ? എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ എൻ്റെ പേര് ഫുള്ളായിട്ട് പറയുന്നത് കേൾക്കാൻ ഭയങ്കര പ്രൗഡാണ്. ചിലർ ഇതുപോലെ പറയോ? നഫീസത്തുൽ മിസ്രിയ. നഫീസത്തുൽ മിസ്രിയ. യെസ് മതിയോ? നഫീസത്തുൽ മിസ്രിയ. നഫീസത്തുൽ മിസ്രിയ. സന്തോഷായില്ലേ? ആ പ്രൗഡ് മൊമെന്റ് ഞാൻ എന്താ എന്റെ ചേച്ചിക്ക് വേണ്ടിട്ട് ഞാൻ ചെയ്തു കൊടുക്കാണ്. നമുക്ക് ആരാന്ന് അറിയണ്ടേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ? ആരാന്ന് ഞാൻ തന്നെ പറയാനായിട്ട് നല്ലത് നമ്മുടെ മിസ്രിയ ചേച്ചി. നഫീസത്തുൽ മിസ്രിയ ചേച്ചി പറയുന്നല്ലേ നല്ലത്. കണ്ടോ, കറക്റ്റ് പേരായില്ലേ? അപ്പൊ ആരാണ് കറക്റ്റ് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. നമ്മുടെ ആൾക്കാർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കൂ കറക്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. എന്താണ് പറയേണ്ടത്, എന്താണ് നന്ദനക്കുട്ടിക്ക് എന്താണ് അറിയണ്ടേന്നുള്ളത്. ഞാൻ ഈ ചോദിക്കാൻ കുറെ നാളായി. ഇപ്പൊ കാണുമ്പോ എനിക്ക് നേരിട്ട് ചോദിക്കണം എന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ഫസ്റ്റ് തന്നെ ചോദിക്കാം. ഞാൻ ഒരു ഡോക്ടർ ഒരു എഞ്ചിനീയർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതൊക്കെ ഓരോരുത്തർ വ്യക്തിയാണ്. ഇത് ഡോക്ടറും എഞ്ചിനീയർ അതാ എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവില്ലേ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയില്ലേ? ഒരു ഡോക്ടറും ഒരു എഞ്ചിനീയറും രണ്ടും ഒരാളാണ്. ഇതെങ്ങനെയാണ് സംഭവത്തിൽ? സത്യത്തിൽ എങ്ങനെയാണ് ഈ സംഭവം? അതാണ്, നമ്മൾ ഒരു ഫീൽഡിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്ത് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേർക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതങ്ങനെ കിട്ടിയതാണ് എനിക്ക് ഡോക്ടറേറ്റ്. ഞാൻ ആക്ച്വലി ഒരു എഞ്ചിനീയർ ആണ്, കൺസ്ട്രക്ഷൻ ആണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ചെയ്യുന്ന മേഖലയിൽ വളരെ നല്ല രീതിയിൽ ആ ഒരു കോൺസെപ്റ്റ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്ത് ടൈം ബൗണ്ടഡ് ആയിട്ട് ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷന്റെ അവിടുന്ന് ഹോണററി ഡോക്ടറേറ്റ് കിട്ടിയതാണ്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വുമൻ എന്റർപ്രണർഷിപ്പ് എന്നുള്ള അതിൽ ഹോണററി ഡോക്ടറേറ്റ് കിട്ടിയത്. അങ്ങനെയാണ് ഡോക്ടറും എഞ്ചിനീയറും ആയിട്ട് മാറാനുള്ള കാര്യം. ഞാൻ കാര്യം പറയട്ടെ, കഷ്ടപ്പെട്ടാൽ കിട്ടും അർത്ഥം. നമ്മളെ പോലുള്ള ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ കഷ്ടപ്പെടാനായിട്ട് ആൾക്കാർ പറയും അയ്യോ വലിയ കഷ്ടപ്പെട്ടിട്ട് എവിടെ എത്താൻ പോകില്ല അങ്ങനെ എന്നൊക്കെ കുറേ കേട്ടിട്ടുണ്ട് ആൾക്കാർ. പെൺകുട്ടികൾ പറയുന്നുണ്ട്, പെൺകുട്ടികളെ അധിക്ഷേപിക്കാറുണ്ട്. പക്ഷെ അധിക്ഷേപിക്കുന്ന ആൾക്കാരോടാണ് ദാ ഇരിക്കുന്ന മുതലേ കണ്ടാൽ മതി എന്ന് എഞ്ചിനീയറിലൂടെ അതും ഡോക്ടർ അങ്ങനെ ഒരു പേര് കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ പെൺകുട്ടികൾക്ക് ഒരു വലിയ അഭിമാനിക്കാൻ പറ്റിയ ഒരു നിമിഷമാണ് കേട്ടോ നമുക്ക്. എനിക്കും ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് വേറെ ഒന്നും ചെയ്യാൻ പോയില്ല. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നിനും പോയില്ല. പക്ഷേ ഈ ചേച്ചിനെ കണ്ടപ്പോൾ എനിക്ക് കുറെ പഠിക്കണം, കുറെ എന്തൊക്കെ ആവണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി മനസ്സിൽ. സത്യം പറയാലോ, എനിക്ക് സത്യത്തിൽ നല്ല വിഷമമായിട്ട് അത് കേട്ടപ്പോൾ തന്നെ. എല്ലാം പഠിച്ച് നമ്മൾ നന്നായി കര കയറി എത്തി. ഇപ്പോൾ ഏജ് ഞാൻ ചോദിക്കാൻ പാടില്ല എന്നാണ്, എന്നാലും കണ്ടത് തോന്നുന്നില്ല അധികം ഏജ് എന്ന്. ആ ഒരു വീഡിയോയിൽ മോനിക്കയുടെ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്ന ഒരു മോനെ, ആ മോനെ കണ്ടപ്പോഴാണ് വിചാരിച്ചു ഇത്രയൊക്കെ ഏജ് ഉണ്ടോ ദൈവമേ എന്ന് ഞാൻ ആലോചിച്ചേ. കണ്ടൊരു നല്ല ചേച്ചി, ഒരു എന്താ പറയുക ക്യൂട്ടായിട്ടുള്ള ചേച്ചി അല്ലേ? ആള് വന്നപ്പോ തൊട്ട് ചിരിയാണ്. എന്നെ കാണുമ്പോൾ ചിരിക്കാനോ തോന്നുന്നുണ്ടോ മക്കളെ എന്നൊക്കെ. സത്യത്തില് ചേച്ചിയുടെ എന്താ പറയാ, ഞാൻ വർത്തമാനം പറഞ്ഞ് ബോറടിപ്പിക്കണ്ടോ? ഞാൻ ചോദിച്ചു നിങ്ങൾക്കും കൂടി അറിയാനല്ലോ ചേച്ചിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. മോനിക്കയുടെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ ഈ ചേച്ചി. ഞാൻ സത്യം പറയാൻ വെച്ചാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. മനുഷ്യന്മാർക്ക് പരിമിതികൾ എന്താ പറയാ, കുറച്ച് പോരായ്മകൾ ദൈവം കൊടുക്കുമെന്ന് പറയുന്നത് സത്യമാണ്. കൊടുത്താലും അവർ മുന്നോട്ട് പോവും എന്ന് പറയും. കുറേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ മുന്നോട്ട് പോകുമെന്ന് പറയുന്നത് ചേച്ചിയാണ്. നമ്മളെ പോലുള്ള എന്നെ പോലെ മടിയായിട്ടുള്ള ആൾക്കാർക്ക്, ഞാൻ നിങ്ങളെന്നും ഉദാഹരണം പറയുന്നില്ല, എന്നെ പോലെ മടിയായിട്ടുള്ള ആൾക്കാർക്ക് ചേച്ചിയാണ് എന്താ പറയാ മാതൃക. ചേച്ചിക്ക് സത്യത്തിലൊരു പരിമിതി ഉണ്ട് എന്ന് വെച്ചാൽ ദൈവം ഇങ്ങനെ പറയും നല്ല ആൾക്കാരെ ദൈവം ഇങ്ങനെ നമ്മൾ മനസ്സിൽ പറയും സത്യത്തിൽ നല്ല ആൾക്കാരൊക്കെ ദൈവം എന്തിങ്ങനെ ശിക്ഷിക്കണേന്നൊക്കെ പറയും. അതുപോലെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ചേച്ചിക്കുള്ളത്. നിങ്ങൾക്ക് അത് മനസ്സിലാവും, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ പരിമിതികളൊക്കെ വെച്ചിട്ട് ചേച്ചിയുടെ എന്താ പറയുക ഇത്രയും കഷ്ടപ്പെട്ട് ചേച്ചി എഞ്ചിനീയർ നിന്നിട്ട് ഡോക്ടറേറ്റ് കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ സത്യത്തിൽ ഞാൻ കുറേ കൺഫ്യൂഷൻ. മോനിക്കയുടെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ചേച്ചി ചെറുപ്പത്തിൽ എന്നെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഞാനൊക്കെ ആണെങ്കിൽ ഒരു പനി വന്നാൽ തന്നെ ഞാൻ പറയും അമ്മ വയ്യാഞ്ഞിട്ട് ദിവസം ഞാൻ പോവില്ല എന്നൊക്കെ പറയും. എനിക്കിനി വയ്യ, സ്കൂളിലേക്കൊന്നും പോകണ്ട, ജോലിക്കൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് റെസ്റ്റ് എടുത്ത് കിടന്നു തുടങ്ങുന്നത് ഞാനാ. പക്ഷെ നിങ്ങളിത് വിചാരിച്ചിട്ടുണ്ടാവില്ലേ ചായ കൊണ്ടുവരുന്ന ബംഗാൾ ചേട്ടനല്ല കേട്ടോ, പക്ഷെ ചേച്ചിയുടെ കസിനും ബ്രദറാണ് കേട്ടോ. ഹലോ, പേര് പറഞ്ഞെടുക്ക്. അതെ, കൂടെ പേരെല്ലാം പറഞ്ഞു കേട്ടോ. എന്റെ ബ്രദറാണ്, എന്റെ ചങ്ക് ബ്രോ ആണ്. എന്റെ അമ്മ ഇപ്പൊ ഞാൻ ചങ്ക് ബ്രോ അല്ലേ? അടി
അപ്പൊ നമുക്ക് ഇനി ബ്രദറിനെയും പരിചയപ്പെടാം. ചേച്ചിയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ അതാ ചേച്ചി ഒരു ചായ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങിക്കോളൂ എന്നൊക്കെ. സത്യം പറയാൻ ഞാൻ ചായ കുടിക്കില്ല. ഞാൻ ഈ വീഡിയോക്ക് വേണ്ടി പറഞ്ഞ ഒരു ക്ലാസ് കൊണ്ടുവച്ചോളാം. നല്ല പക്കത്തുള്ള മനുഷ്യനായി ക്ലാസ് കൊണ്ടുവച്ചേക്കുക. ഒരു ജ്യൂസ് കൊണ്ടേ ഏയ് വെറുതെ ക്ലാസ് കൊണ്ടുവച്ചേക്ക്. അപ്പൊ നമുക്ക് ചായ കുടിച്ച് തുടങ്ങാലോ. ചായ എന്റെ ഒന്നുമില്ലേ, കാലി ക്ലാസ് ആണ്, വെറും കാലി ക്ലാസ് ആണ് കേട്ടോ. എന്നുണ്ട് ചായ ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ഞങ്ങളുടെ തൃശ്ശൂർ നല്ല ചായ കിട്ടുള്ളൂ. നമുക്ക് തമാശയിൽ കുറച്ച് സീരിയസ് ആയി ചോദ്യങ്ങൾ ചോദിക്കാല്ലേ, അതെന്നാ നല്ലത്. പ്രേക്ഷകരെ നമ്മൾ ബോറടിപ്പിക്കണ്ട. എന്റെ വർത്തമാനം കേട്ടിട്ടല്ലെങ്കിലോ അവർ തളർന്നു. ചേച്ചിനെ കണ്ടപ്പോൾ അവർക്ക് സമാധാനം ഉണ്ടാവുക. നമുക്ക് ഈ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പുരുഷന്മാര് കുറേ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നന്നായി കഷ്ടപ്പെടുന്നുണ്ട് ഈ ബിൽഡേഴ്സ് ഇല്ല. ഈ മിഹാജ് എന്ന് പറഞ്ഞ ബിൽഡേഴ്സ് അല്ലേ, മിഹാജ് മിൻഹാജ്. അതെ, സത്യത്തിൽ മിൻഹാജ് ചേച്ചിയുടെ പേരൊക്കെ മക്കളുടെ പേരൊക്കെ എനിക്ക് നാസർക്കയുടെ പേര് മാത്രം അല്ല പേര്. അതെ, അത് മാത്രം എനിക്ക് ഇഷ്ടമായിരുന്നു. അത് മാത്രമേ എളുപ്പമുള്ളൂ. അതെ, എളുപ്പത്തിന് കിട്ടി. ഇതും അല്ലാത്ത പേരാണ്. അപ്പൊ നിഹാജ്, മിൻഹാജ് ബിൽഡേഴ്സ്. ഈ കുറേ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ തന്നെ നമ്മുടെ തൃശ്ശൂർ തന്നെ കുറേ ഇഷ്ടം പോലെ ബിൽഡേഴ്സ് ഉണ്ട്. അവർ തന്നെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് പുരുഷന്മാരിട്ടോ. ഞാൻ സ്ത്രീകൾ അങ്ങനെ കണ്ടിട്ടില്ല ബിൽഡേഴ്സിന്റെ ഒരു ഇതില്. എല്ലാം ഇപ്പൊ ഏത് ബിൽഡേഴ്സ് എടുത്താലും പുരുഷന്മാരാണ് അവർ നമുക്ക് കാര്യങ്ങൾ അയച്ചു തരും. നമ്മളാണ് ഓണേഴ്സ് കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. ഇത്രയും പരിമിതി വെച്ചിട്ട്, പരിമിതിയിൽ തന്നെ ഡോക്ടറേറ്റ് എന്തൊക്കെ മേഖലയിലെ എവിടെയൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട് ജയിലിലൊക്കെ പോയിട്ടുണ്ട്. എന്താണ്, ആരാണ് ശരിക്കും അതൊന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പ്രേക്ഷകർക്ക് അറിയണ്ടേ എന്തൊക്കെ ഇത്രയും ഈ ചേച്ചിയുടെ കാലം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ഈ പരിമിതിയിൽ വെച്ചിട്ട് സ്റ്റെപ്പ് കയറി പോയി മുകളിൽ വെച്ചിട്ട് ബിൽഡേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യേണ്ട ഒരാളല്ലോ. അപ്പൊ എല്ലാം ചെയ്യും കാര്യങ്ങള്. ഈ എങ്ങനെ ഈ പരിമിതിയിലെ ചെറുപ്പകാലൊക്കെ എങ്ങനെയായിരുന്നു? കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? കഷ്ടപ്പാടൊന്നും ഒന്നല്ല എന്നിപ്പോ പറയും. അത് നമ്മൾ കേൾക്കണം. എനിക്ക് കുറെ കഷ്ടപ്പാടാണ്ട്. ഞാൻ കയറുമ്പോ തന്നെ കിതക്കാറുണ്ട് പടിയൊക്കെ. പക്ഷെ ഈ ചേച്ചിയുടെ പരിമിതികൾ വെച്ച് ചേച്ചി ചെയ്യുമ്പോൾ എനിക്കൊരു മാതൃകയാണ്. എനിക്ക് മാത്രമല്ല, ഈ കാണുന്ന വീഡിയോസിൽ കാണുന്ന സ്ത്രീകൾക്കും എല്ലാവർക്കും പുരുഷന്മാർക്ക് ഒരു മാതൃകയാണ് ചേച്ചി. അല്ല ഞാൻ പറഞ്ഞോടുക്ക്. അതെ, വേറൊരു കാര്യമുണ്ട്. ഫാമിലിയിലൊരു ഉപ്പ പറയുന്ന ഒരു കാര്യം എന്താ പറയാ, കുതിരക്ക് കൊമ്പ് കൊടുക്കാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതേമാതിരി മിസ്ത്രീനെ പറ്റി പറയാം. ഉപ്പ നമ്മുടെ വൈബാണെന്നൊക്കെ. അപ്പൊ എങ്ങനെയാണ് ചെറുപ്പകാലൊക്കെ ഒന്ന് പറയോ, നമ്മുടെ ആൾക്കാരൊന്ന് കേൾക്കട്ടെ. ഓക്കെ, ഇപ്പോൾ നന്ദനക്കുട്ടിക്ക് അറിയേണ്ടത് എന്താണ് എൻ്റെ ചെറുപ്പകാലം, എങ്ങനെയാണ് ഞാൻ ഇവിടെ ഇതുപോലെയൊക്കെ എത്തിയെന്നുള്ളതാണ്. അതിലെ 2 വയസ്സിലാണ് എനിക്ക് കാലിന് പോളിയോ ബാധിച്ചത്. അതുവരെ എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല ഓടിച്ചാടി നടക്കുന്ന ഒരു ഇതായിരുന്നു. ആ സമയത്താണ് പോളിയോ ബാധിച്ച് തളർന്ന് കിടന്ന് ശരീരത്തിൽ മൊത്തം ബാധിച്ചു എന്ന് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചികിത്സ കഴിഞ്ഞപ്പോഴാണ് കാലിനാണ് ബാധിച്ചേക്കെന്ന് മനസ്സിലായത്. സോ 2 വയസ്സിലൊക്കെ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഇതുപോലെ സംഭവിക്കുമ്പോൾ വീട്ടുകാരുടെ മാനസികാവസ്ഥയൊക്കെ മനസ്സിലാക്കാമല്ലോ. ഇപ്പോൾ നന്ദനയ്ക്കാണെന്നുണ്ടെങ്കിലും നന്ദനയുടെ അമ്മ ആരാണോ ജീവിച്ചിരിക്കുന്ന അമ്മ അച്ഛനൊക്കെ ഉണ്ടാവുമ്പോൾ അവരെ പൂർണ്ണമായി സംതൃപ്തിപ്പെടുത്തണമെന്നായിരിക്കും മക്കൾക്കൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവാം. ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മുടെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നതും കാല് നേരാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഹോസ്പിറ്റലും കാര്യങ്ങളും ഉഴിച്ചിലും ഒക്കെ ആയിട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്, എന്നെ സംബന്ധിച്ച് എന്നെ കുറിച്ച് ആലോചിച്ചിട്ട് എൻ്റെ മാതാപിതാക്കൾക്ക് വളരെ ടെൻഷനുണ്ട് എൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ അതിനൊരു ഉത്തരം കണ്ടെത്തുക എന്നുള്ള നിലയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ നഫീസത്തുൽ മിസ്രിയയുടെ പിറവി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നന്ദനയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു ബേസിക്കായിട്ട് നമ്മുടെ ഒരു വിജയം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ആളുകളെ സന്തോഷിപ്പിക്കാൻ എന്ന് കരുതുമ്പോൾ അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ നമ്മുടെ എഫേർട്ടൊന്നും ആവില്ല. അപ്പോൾ നമുക്കൊരു പ്രത്യേക എനർജി ദൈവം തന്നെ തരും. കാരണം നമ്മുടെ മോട്ടീവ് എന്താണ്? നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചേക്കുന്ന ആളുകളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അവിടുന്നാണ് എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് തന്നെ ഒരു സക്സസ് ആയിട്ട് ഇപ്പൊ ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു ചിന്തയോടുകൂടി ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് കൊണ്ട് ദൈവാനുഗ്രഹം കൂടി എനിക്ക് നല്ലോണം ഉണ്ട്. അത് മാത്രമാണ്. ഈ കാലിന് കുറവ് അഹങ്കാരമായിട്ടാണ് കാണുന്നത്. കാരണം എന്താ അറിയോ, ഇറ്റാച്ചി കിട്ടിയാൽ അത് ഓടിക്കും, ക്രെയിൻ കിട്ടിയാൽ അത് ഓടിക്കും, JCB കയറി വലിഞ്ഞ് ഓടിക്കും, പിന്നെ വെള്ളത്തില് മലർന്നാട് കിടക്കും, മണിക്കൂർ കണക്കിന് ഓർമ്മ, അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളുണ്ട്. ഇതൊന്നും ഈ പറഞ്ഞ സാധനങ്ങൾ നീന്താൻ പിന്നെ അറിയായിരിക്കും. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും എനിക്കറിയില്ല. അതൊക്കെ അതെ, അതുകൊണ്ടാണ് ഒരു കുഴപ്പമില്ലാത്ത എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ നോക്കുന്നു ഉപ്പ ചെറുപ്പത്തിൽ പറഞ്ഞത് കുതിരിക്കാതെ. അതെന്താ പറയാൻ കാരണം വെച്ചാല്, സത്യം പറഞ്ഞാൽ ഫസ്റ്റിലൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടിലായിരുന്നു എൻ്റെ ലൈഫ് കൊണ്ടുപോയിരുന്നത്. ഇപ്പൊ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ കുട്ടികൾ നമ്മളെ കളിയാക്കും. ഇപ്പൊ നമ്മൾ ഇന്നത്തെ കാലഘട്ടമല്ല, അന്നത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ അങ്ങനെയായിരുന്നു. നമ്മൾ നടന്നു പോകുന്ന കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കുക, അങ്ങനെയൊക്കെ. അപ്പം വളരെ മാനസിക സംഘർഷങ്ങളോട് കൂടിയിട്ടാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അതിലൊന്നും വേറെ തടസ്സങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ
ഈ നമ്മുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ടല്ലോ, മനസ്സിൻ്റെ ഒരു പവർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇത് നമ്മൾ കുറേ ഇങ്ങനെ കേട്ട് പലരാലും നമ്മൾ മാനസികമായിട്ട് ടെൻഷനുകൾ അനുഭവിച്ച് അവസാനം നമ്മളതൊരു കെട്ടുപൊട്ടിച്ച് പുറത്തേക്ക് വരുന്നൊരു സംഭവമുണ്ട്. പിന്നെ അതൊന്നും നമുക്കൊന്നുമായിട്ട് ഫീൽ ചെയ്യില്ല. അത് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും പിന്നെ ഒന്നും നമ്മളെ തെറ്റുകൊണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നുമില്ല. അത് ആർക്കും എപ്പോഴും വരാവുന്ന ഒരു സംഭവങ്ങളാണ്. പക്ഷെ അതിലൊന്നും പരാതി പരിഭവങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. നമ്മളിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോലും വന്നിട്ട് ഉമ്മയോടോ ഉപ്പയോടോ നമ്മളൊരു ഇതെന്നിങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല. അപ്പം ഇതൊക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളാണ്. അപ്പോൾ നന്ദനക്കാണെങ്കിലും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രഗിൾസ് വന്നു, ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടി ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുകയെന്ന് വിചാരിച്ചോ, അതിനൊരു ടൈം കൊടുക്കുക. നമ്മളപ്പോൾ പാനിക് ആവാതെ അല്ലെങ്കിൽ മറ്റുള്ള വേറെ എന്തെങ്കിലും ഒരു ചിന്തയിലേക്ക് പോകുക, ആത്മഹത്യ അല്ലെങ്കിൽ മറ്റുള്ളത് അങ്ങനെയുള്ള ചിന്തകളിലേക്ക് ഒന്നും പോവാതെ ഒരു ടൈം നമ്മൾ കൊടുക്കുക. ആ ഒരു ടൈം കഴിഞ്ഞ് പിറ്റേന്ന് ഇങ്ങോട്ട് അത് കഴിഞ്ഞിങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മൾക്കൊരു ഇന്നർ സ്ട്രെങ്ത് ബിൽഡായിട്ട് വരും. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെയാണ് ഞാനിത് ഇഷ്ടം പോലെ ഉണ്ടാവില്ല. അതൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് എന്തായാലും മനുഷ്യരാണെങ്കിൽ മനുഷ്യരാണ് സംബന്ധിച്ചു. പക്ഷെ ഇങ്ങനെ ആൾക്കാർ പറയുമ്പോഴും നീ ഒന്നും ആവില്ല എന്നൊക്കെ പറയും. ഇഷ്ടം പോലെ ആൾക്കാർ പറയില്ലേ, നീയൊക്കെ എന്ത് കാല് വെച്ചിട്ട് നീ എന്താവാനൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ വേറൊരു കാര്യമുണ്ട്, 18ാമത്തെ വയസ്സിൽ കഴിവ് തെളിയിച്ച എങ്ങനെ അറിയോ, കളക്ടറെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ആ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക എങ്ങനെയാന്നല്ലേ. അത് വലിയ സംഭവമാണ്. അതിപ്പോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ സമയത്താണ് ഇപ്പൊ വീട്ടിൽ ഇതുപോലെ ഉപ്പയ്ക്ക് ഇതുപോലെ നമ്മളെപ്പോഴും മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ കൂടെ നിൽക്കാതെ ചെറുപ്പം മുതലേ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ വിഷമങ്ങളൊക്കെ ഉള്ളിൽ വെച്ചിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭയങ്കര ആക്റ്റീവായിട്ട് എനിക്കെല്ലാം ചെയ്യാൻ പറ്റും, നിങ്ങളിത് കണ്ടോ, നിങ്ങൾ ഇതിനെ പറ്റി ടെൻഷൻ അടിക്കണ്ട, എനിക്കെല്ലാം മറ്റുള്ളവരെക്കാട്ടിൽ നല്ല കഴിവുള്ള ഒരാളാണെന്ന് നമ്മൾ അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അഭിനയിച്ച് വന്നിട്ട് പിന്നെ അതൊരു യാഥാർത്ഥ്യത്തിലേക്ക് വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ആ ഒരു ടൈമിലാണ് ഉപ്പയൊക്കെ നമ്മൾ ബിൽഡിങ് ചെയ്തതിൻ്റെ ആ ഒരു ടൈമിൽ അത് അളവെടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നു. അത് കൈക്കൂലി കൊടുക്കാത്തതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കി. നമ്മൾ വീണ്ടും അത് ഡബിൾ അളവാക്കിയിട്ട് അവർ എഴുതിപ്പോയി. കുറേ ടാക്സ് അടക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് വന്നു. ആ ഒരു സമയത്ത് ഉപ്പ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ടെൻഷൻ മാറ്റാൻ വേണ്ടി നിന്ന് അപ്പോൾ വീണ്ടും പല ടെൻഷനിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്താ മനസ്സിൽ വിചാരിക്കണത്, ഇനിയിപ്പോൾ എങ്ങനെ നമ്മൾ അത് എങ്ങനെയാണ് അപ്പോൾ അതിനൊരു തരണം ചെയ്യാൻ പറ്റുക, നമുക്ക് എന്താണ് അതിൽ ചെയ്യാൻ പറ്റുക. പക്ഷെ നമ്മളൊക്കെ നിസ്സഹായ അവസ്ഥയാണ്. ആ ഒരു സമയത്ത് കോടതിയിൽ പോകുന്നതും അതേപോലെ എന്നെ കൊണ്ടാണ് എഴുതിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യും. എത്ര ചെറുതാണെങ്കിലും എല്ലാ കാര്യത്തിലും ഉപ്പ കൂടെ കൂട്ടായിരുന്നു. അപ്പോൾ ആളുടെ ഒരു മൈൻഡ് മൊത്തം നമുക്ക് കിട്ടും അതുപോലെ. അപ്പോൾ അങ്ങനെ പരാതി എഴുതലും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് 4 വർഷത്തോളം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ഉപ്പ കോടതി കയറി ഇറങ്ങി. അപ്പോൾ അന്ന് ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ ആളുടെ വിഷമം ഓരോ ദിവസം വന്നിട്ടും ഈ കോടതിയിലത്തെ പ്രശ്നങ്ങളും ഈ വക്കീലിൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇത് നീട്ടിവെച്ച പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ മെൻ്റലി നമ്മളും അതേ ഇതിൽ ഫീൽ ചെയ്യാണ്. നമുക്ക് ആ ഒരു വിഷമം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കളക്ടറെ ഇതുപോലെ നമ്മുടെ ടി.ഒ. സൂരജ് സാറ് ഇന്നും എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു വലിയൊരു പ്രശ്നത്തിന്, അതായത് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അത് എൻ്റെ പ്രശ്നമല്ല, എൻ്റെ ഉപ്പയുടെ പ്രശ്നമായിരുന്നു. പക്ഷെ അതിൽ നമുക്ക് ഇൻവോൾവ് ചെയ്തിട്ട് എനിക്കതൊന്നും സക്സസ് ആക്കിയിട്ട് എൻ്റെ ഉപ്പയ്ക്ക് ഒരു സമാധാനം കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു സൂരജ് സാർ എനിക്ക് അത് ചെയ്തത്. അപ്പോൾ നമ്മളിതുപോലെ ആളെ പോയി കണ്ടു. ആദ്യം ഫോണിൽ വിളിച്ചു, സാർ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങളെ ഉപ്പ ഇതുപോലെ വയ്യാത്താണ്, ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ്, എന്തെങ്കിലും നമുക്ക് ഇത് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഇതുപോലെ കേസിനൊക്കെ പോയിട്ട് ഇത് റിജക്റ്റ് ആയൊരു സംഭവമാണ്. അപ്പോൾ ഫോൺ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കണ്ടിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ പേരിൽ പരാതിയായിട്ട് ചെല്ലാൻ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം തള്ളിയ കേസാവുന്നത് കൊണ്ട് തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ എടുക്കാൻ പറ്റില്ല, എൻ്റെ പേരിൽ. അങ്ങനെ ഞാൻ ഡയറക്റ്റ് പോയി സാറിനെ പോയി കാണാം. അപ്പോൾ കാലിന് വയ്യാത്തൊന്നും സാറിനൊന്നും അറിയില്ല. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ സാറ് പറഞ്ഞു, നിങ്ങൾക്ക് കാലിന് വയ്യാത്താണെങ്കിൽ പറയേണ്ടെന്നാ പിന്നെ ഞാൻ വേറെ ആരെങ്കിലും പറഞ്ഞയച്ചാൽ മതിയായിരുന്നില്ല എന്ന് കുറപ്പ് പറഞ്ഞു. അതൊന്നും പറ്റില്ല സാറ്, ഞാൻ തന്നെ വന്നാലും എനിക്ക് ക്ലിയർ ആവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉപ്പനോട് പറഞ്ഞു. ഉപ്പ എന്നെ കളക്ടർ പോലെ വിളിച്ചിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഉപ്പ ആദ്യം പറഞ്ഞു, ഞാൻ 4 വർഷം കയറി നടന്നിട്ട് ശരിയാവാത്തത് നിനക്ക് എങ്ങനെ ഇപ്പൊ കളക്ടർ ശരിയാണ്, അതൊന്നും നടക്കണ കാര്യമില്ല, നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇടപെടുന്നു എന്നുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും താത്തയും കൂടി ഉപ്പനും കുട്ടിയില്ല, ഉപ്പയ്ക്കൊന്നും സുഖമില്ലാണ്ടിരിക്കായിരുന്നു. അങ്ങനെ ഡയറക്റ്റ് പോയി കളക്ടർ പോയി കണ്ടു. അപ്പോൾ നമ്മളെ ഈ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ കളക്ടർ നമ്മളടുത്ത് ചോദിച്ചു, എന്നാൽ ഞാൻ വന്നാൽ മതിയോ നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ, ഞാൻ വന്ന് നേരിട്ട് അളന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം അളവെടുക്കാൻ ആളെ വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഇതുപോലത്തെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് അളവ് മാറ്റി എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇനി പോകാനൊരു ഇടയില്ല, അപ്പോൾ സാർ അത്രയും വിശ്വാസമുള്ള ഒരാളെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് സാറ് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ഡയറക്റ്റ് വന്നാൽ മതിയോ എന്ന് ചോദിച്ചത്. അതൊക്കെ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കളിയാക്കിയതാണോ മെന്റലി, അപ്പോൾ നമുക്കൊരു ഭയങ്കര ടെൻഷൻ തോന്നി. അപ്പോൾ ഞാൻ സാറിനോട് സാർ കളിയാക്കിയതാണോ ചോദിച്ചു. അല്ലടോ ഞാൻ വരാം, തൻ്റെ പ്രശ്നം തീർക്കാൻ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഡയറക്റ്റ് നമ്മളെ വീട്ടിൽ വന്നു. മറ്റേ വില്ലേജ് ഓഫീസറും റവന്യൂ ഓഫീസറും തഹസിൽദാറും അവരെല്ലാവരും കൂടി കൂട്ടി വന്ന്
അളവെടുപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ അളവാണ് കറക്റ്റ്, അവർ പറഞ്ഞത് തെറ്റായിരുന്നു. അപ്പൊ അത്രയും ടാക്സ് നമുക്ക് അതിന് വെട്ടിക്കുറവാക്കി ക്ലിയർ ആക്കി തന്നു. അങ്ങനെ വലിയൊരു പ്രശ്നത്തിനൊരു പരിഹാരം അദ്ദേഹം നമുക്ക് ചെയ്തു തന്നു. ഞാനും നന്ദി പറയണു, ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴാണ് മനസ്സിലാവണേ കേട്ടോ. അതെ, അതുപോലെ ഒരുപാട് സാധാരണക്കാരുടെ കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്താണെന്നറിയോ, എന്തൊരു കാര്യം നമുക്ക് ചെയ്തു തന്നാലും ഒരു നന്മ ചെയ്യുമ്പോൾ അത് പറയാൻ ആളുകൾ ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു കുഞ്ഞ് നെഗറ്റീവ് അല്ലെങ്കിൽ തിന്മ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഇതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് ലൈഫ് ലോങ് നമ്മൾ മനസ്സിലായ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് നടക്കുമ്പോൾ അത് നമുക്കും ഒരു പവറാണ്, ഈ ചെയ്തു തന്ന ആൾക്കും ഒരു പവർ. അത് ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോരോ കാര്യങ്ങളിൽ നമുക്ക് ഇതുപോലത്തെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അത് നമ്മൾ പറയണം പുറത്ത്. ഞാൻ പറയുന്നത് അങ്ങനെ നമ്മുടെ ലൈഫിൽ എങ്ങനെ എന്തൊക്കെ ഉണ്ടാവുന്നോ അതൊക്കെ നമ്മൾ പുറത്തോട്ട് പറയണം. അത് മറ്റുള്ള ആളുകൾക്ക് പ്രചോദനം. വേറെ എന്തെങ്കിലും ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ ഒരാളെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഉള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഞാനത് ഏതൊരു സ്പേസിൽ എനിക്കൊരു ഇത് കിട്ടിയാലും ഈ ഒരു സംഭവം നമ്മളോട് ചോദിക്കുന്ന ആളോട് കറക്റ്റായിട്ട് പറയാറുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഉപ്പയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. അതിനുശേഷം ഞാൻ എഞ്ചിനീയറിംഗിൽ ഈ പറഞ്ഞ മാതിരി പാർട്ട് ടൈം ആയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈവനിങ് ആയിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ പെൺകുട്ടികളും ഈ പറഞ്ഞ മാതിരി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വിവാഹം, അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന 2ാമത്തെ വർഷത്തിലായിരുന്നു കല്യാണം കഴിഞ്ഞത്. അതിനു മുൻപ് ഉപ്പ മരണപ്പെട്ട് കുറേ സങ്കടകരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിനിടയിൽ ഒരാളുടെ ആബ്സെൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമകരമായ കാലഘട്ടമാണ്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ പാർട്ട് ടൈം ആയിട്ട് ഞാൻ എഞ്ചിനീയറിങ്ങിന് ചേർന്നു. 2 വർഷം കഴിഞ്ഞ സമയത്താണ് വിവാഹം കഴിഞ്ഞു. അതേപോലെ ഇപ്പം എൻ്റെ മോനുണ്ടായി. ആ സമയത്തൊക്കെ എൻ്റെ പാർട്ട് ടൈം കോഴ്സ് ഞാൻ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂ ചെയ്തു. രാത്രിയിലായിരുന്നു ബസ് കയറി. ഇപ്പോൾ ഇവിടുന്ന് പാട്ടരയ്ക്കൽ നിന്നായിരുന്നു ബസ് ഉണ്ടായിരുന്നത്. രാത്രിയിൽ 8-9 മണിക്കൊക്കെയാണ് അവിടുന്ന് ബസ് കയറാൻ നിൽക്കുക. 10-11 മണിക്കൊക്കെയാണ് ചിലപ്പോൾ ഞാൻ വീട്ടിലെത്തുക. രാത്രിയിലാണെങ്കിലും നമ്മുടെ ഒരു പഠനം, അതിനോടൊപ്പം തന്നെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു ഗവൺമെന്റ്. ഞാൻ പറഞ്ഞാൽ ഇതിലൊന്നും ഒതുങ്ങില്ല. 18ാമത്തെ വയസ്സിൽ എനിക്ക് കുന്നോളം മുനിസിപ്പാലിറ്റിയിൽ വർക്ക് സൂപ്രണ്ടായിട്ട് ജോലി കിട്ടി. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ കോർപ്പറേഷൻ ഓഫീസിൽ ഒരു 4 വർഷത്തോളം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ PSCയിൽ 2-3 ഇതൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എനിക്കൊരു മോനുണ്ടായ സമയമായപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാം, ഗവൺമെന്റ് ജോബേ വേണ്ട എന്നുള്ള ഒരു തീരുമാനം എടുത്തു. ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു എന്താണ് അങ്ങനെ ചോദിക്കാം, പെൻഷൻ പറയും. പക്ഷെ ഞാൻ ബിസിനസ്സിലേക്ക് തിരിയില്ല. പക്ഷെ ഈ ചേച്ചി പരിമിതികൾ വെച്ച് നോക്കുന്നത് പറയുന്നല്ല, ഈ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ ആരും വിടാത്തൊരു സംഭവമാണ്. പക്ഷെ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാലേ ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സേഫ് സോണായിട്ട് ഇരിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാര്, അധികം ആക്റ്റീവ് ആവാത്ത ആളുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സേഫ് സോണാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, നന്നായിട്ട് ആക്റ്റീവായിട്ട് നിന്നുകൊണ്ട് നമുക്ക് പല മേഖലയിലേക്കും തിരിയാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു ജോബ്, ഗവൺമെന്റിന്റെ ഒരു ജോബിൽ ഇനിയിപ്പോൾ എത്ര വലിയ ജോബാണെന്നുണ്ടെങ്കിൽ ഒതുങ്ങിയിരിക്കുന്നത് നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു വലിയ ഒരു തെറ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഒരു ലൈഫ് മറ്റ് കുറെ ആളുകളുടെ അണ്ടറിൽ പണയം വെക്കുന്നതിന് തുല്യമാണ് എന്ന് എനിക്ക് തോന്നുന്ന കാര്യം. അത് വിചാരിച്ച് ഗവൺമെന്റ് പ്രൈവറ്റ് ജോബ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ, വേറെ ഒരു ഷോപ്പുകളിൽ ജോലി ചെയ്യുകയാണെങ്കിൽ തന്നെ മുതലാളിമാരെ പറയണം, നമ്മൾ കേൾക്കണം. അവരിപ്പോ എന്ത് ചീത്ത പറഞ്ഞാലും നമ്മൾ കേൾക്കണം. നമുക്കൊരു സ്വന്തമായിട്ട് കറക്റ്റാണ് അത്. സ്വന്തമായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ജോലിക്ക് പോകുമ്പോൾ, ഞാൻ പഠിക്കാൻ പോകുമ്പോൾ ഞാൻ ജോലിക്കൊക്കെ പോണ ഒരു വ്യക്തിയായിരുന്നു. അപ്പോഴും നമ്മൾക്ക് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുമല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദൈവം തലയൊന്ന് മാറ്റി പറിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ബിഗ് ബോസ് എന്ന ഒരു ഷോയിലേക്ക് അങ്ങനെ കയറിയത് തന്നെ. അത് ഞാൻ പറയല്ലോ, അത് ഞാൻ ഇപ്പോഴും പറയും ആൾക്കാരോട്. ഞാൻ എപ്പോഴും കഷ്ടപ്പാട്. ഞാൻ +2 10ാം ക്ലാസ്സിൽ അത് ജോലിക്ക് പോവും, പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ജോലിക്ക് പോവും, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നന്ദന ശരിക്കും ഒരു വിജയിച്ച വ്യക്തിയാണ്. നമുക്ക് ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ മറ്റൊരു ജോലിക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മളോട് പറയരുത് ചെലവാക്കാൻ 10-20 രൂപ മിഠായി മേടിക്കട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് അമ്മയ്ക്ക് അങ്ങോട്ട് കൊടുക്കാം. അതെ, ശരിയാ. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നല്ലൊരു മെന്റർ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ഇതുകൊണ്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറയാൻ നല്ലൊരു മെന്റർ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി വളരും. ഒന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ചിന്തകൾ ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ ഉള്ളിൽ നിന്നായിരുന്നു ചിന്തകൾ വന്നിരുന്നത്. സത്യം. പിന്നെ ചിന്തകൾക്ക്, ആഗ്രഹങ്ങൾക്ക് നമ്മൾ പരിമിതി കൊടുക്കരുത്. ബാക്കി ഇപ്പോൾ ശരിക്കും നടക്കാൻ പരിമിതി ഉണ്ടാവും, ചിലപ്പോൾ കയറാൻ പരിമിതി ഉണ്ടാവും. പക്ഷെ നമ്മളെ ആഗ്രഹങ്ങളും നമ്മളെ മനസ്സിലുള്ള ചിന്തകളുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ആകാശത്ത് വരെ പറന്ന് നടക്കാം. ആരെങ്കിലും നമ്മളൊന്നും പറയാൻ വരില്ല. അതേപോലെ തന്നെ നമുക്കൊരു ചിലവില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ, നമുക്ക് എന്താണോ ഇൻ ഫ്യൂച്ചറിൽ വേണ്ടത് അതിന് നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ തിരിയുക. വെറുതെ നമ്മൾ ഇരുന്നത് കൊണ്ടാവണമെന്നില്ല. പക്ഷെ ആദ്യം നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ അത് ഉറപ്പിക്കണം. ഞാൻ ഇന്നതാവും, അല്ലെങ്കിൽ ഇന്നത് ചെയ്യും, ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ഈ
പറഞ്ഞ മാതിരി ബിഗ് ബോസിലൊക്കെ പോകണമെന്നുണ്ടെങ്കിലും അത്യാവശ്യം തൻ്റെ ഇടവും കാര്യങ്ങളൊക്കെ വേണം അതിൻ്റെ ഉള്ളിലൊക്കെ പയറ്റി വരാനായിട്ട്. അതെ അതെ നന്ദു ഒരു ബിൽഡേഴ്സ് മാത്രല്ല, വേറെ സോളിഡ് ബ്ലോക്കിന്റെ കമ്പനി ഉണ്ട്, പിന്നെ ഡ്രസ്സിന്റെ ടെക്സ്റ്റൈൽസ്, മറ്റുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഒന്നല്ല പട്ട ഡ്രസ്സുകളൊക്കെ എടുക്കാൻ ഞങ്ങൾ വരാം. അതിലെന്താ സംഭവം, ഓരോരോ കാര്യങ്ങളുണ്ട് ആളെടുത്ത്. ഒരു മനുഷ്യനിക്ക് ഒരിത്തിരി എന്താണ് പറയാ പ്രാപ്തിയുള്ള ഒരു മനുഷ്യനിക്ക് പല പല ബിസിനസ്സുകൾ ചെയ്യാനായിട്ട് പറ്റും. ഒന്നിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിന്റെ മാക്സിമം എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ അത് എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ നമുക്ക് ടൈം ഈ പറഞ്ഞ 24 hours അല്ലേ ഉള്ളൂ, അതിലും ഇതിലും എല്ലാത്തിലും കൂടിയാണ്. അപ്പോൾ അതിന്റെ ഒരു പരിമിതി ഉള്ളതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ പുതിയ സോളിഡ് ബ്ലോക്കിന്റെ ഒരു കമ്പനി ഉണ്ട്, പിന്നെ അതിന് മുൻപ് ഒരു ഡോറിന്റെ ഒരു ഷോപ്പും കാര്യങ്ങളും അങ്ങനത്തെ ഉണ്ടായിരുന്നു. പിന്നെ ഗാർമെന്റ്സിന്റെ ഇമ്പോർട്ടഡ് ഗാർമെന്റ്സിന്റെ ദുബായ് ബേസ്ഡ് ഇമ്പോർട്ടഡ് ഗാർമെന്റ്സിന്റെ അതിപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്, വേറെ ഷോപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. അതിന് ഇതൊക്കെ അതിലത്തെ ഡ്രസ്സ് അടിപൊളി. ഞാൻ ചോദിക്കണ നല്ല കളറ്, റയർ കളറാ ചെയ്യുന്നത്. അപ്പോൾ അത് അതൊക്കെ നമ്മൾ അധികം എഫേർട്ട് ഒന്നും ഇല്ല. സാധനങ്ങൾ കൊണ്ടുവന്ന് അവിടെ വെച്ച് ഒരാളെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങളുള്ള അത് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അല്ല പറയട്ടെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മൊബൈലും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ, പണ്ടത്തെ പോലത്തെ ഉള്ള അവസ്ഥകളൊന്നുമല്ല. എന്ത് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോളൂ, എല്ലാവരും കേട്ടോളൂ. അതെ, പക്ഷെ അതിൽ ജെന്യൂനിറ്റി ഉണ്ടായിരിക്കണം. മറ്റ് ഒരാളുകൾക്കും നമ്മളെ നെഗറ്റീവ് പറയാതെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന നമ്മളെ കസ്റ്റമർ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ലൈഫിൽ നമ്മുടെ ലൈഫിൽ നമ്മളെ വിജയിപ്പിക്കാൻ ഉള്ള ഏറ്റവും വലിയൊരു ടൂൾ എന്ന് പറയുന്നത് നമ്മളെ കസ്റ്റമേഴ്സ് ആണ്. അവർക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കുക, അവർ നമ്മളെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ബിസിനസ്സായിട്ട് എടുക്കുക. അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിറകോട്ട് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല, അവിടെ നമ്മൾ വിജയിച്ചിരിക്കും. ഒരു പക്ഷേ ലാഭം നമുക്ക് കുറവായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ വരുമ്പോൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഇത്രയാണോ ഉള്ളൂ എന്നൊക്കെ തോന്നും. പക്ഷെ അത് നമുക്ക് പോകെ ഗ്രോത്ത് ആയിട്ട് നമ്മൾ പോലും വിചാരിക്കാത്ത ഒരു ലെവലിലേക്ക് അത് മാറും. അതേസമയം നമ്മൾ ഇനീഷ്യലി വിചാരിക്കണം കുറച്ച് ലാഭം അധികം എടുത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാന്ന് വെച്ചാൽ അത് 1, 2, 3 കാര്യങ്ങളിൽ അവസാനിച്ച് പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് വരും. അതായത് ഗ്രോത്ത് ഉണ്ടാവുക അതൊരു ഗ്രാജുവലിയാണ്. അതെ, ഒരിക്കലും നമ്മൾ പെട്ടെന്ന് ഒരൊറ്റയടിക്ക് ഹൈപ്പായിട്ട് പണക്കാരാവാന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമുക്കത് നിലനിർത്തി പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ലോട്ടറി എടുത്ത ആളുകൾക്ക് പോലും ഒന്നും എവിടെ എത്തിയിട്ടില്ല എന്ന് പറയുന്നത് കേട്ടില്ല. അതിനൊരു നിലനിൽപ്പില്ല. അത് അങ്ങനെ നിലനിൽപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പ്രകൃതി മറ്റുള്ളവരോട് ചെയ്യണ ദോഷമായിരിക്കും. കാരണം എന്താ പറയുക, എല്ലാവരും അതിന്റെ പിന്നാലെ പോകും. അപ്പൊ അതുകൊണ്ട് നാച്ചുറലായിട്ട് പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് എന്നും നിലനിൽക്കും. ആളുകളുടെ മുൻപിൽ നമുക്കെന്നും പവർഫുൾ ആയിട്ട് നിൽക്കാനുള്ള ഒരു കരുത്ത് തരും, ഒരു വില ഉണ്ടാവും. അതെ, അങ്ങനെ പറഞ്ഞാൽ മതി ചേച്ചി. ഇംഗ്ലീഷ് പറഞ്ഞു, ഞാൻ മലയാളത്തിൽ പറയാം, നമുക്കൊരു വില ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും. ജേതാക്കൾ വ്യത്യസ്ത കാര്യങ്ങളല്ല ചെയ്യുന്നത്, കാര്യങ്ങൾ വ്യത്യസ്ത രീതിയിലാണ്. അതെ, അപ്പൊ ഇന്നത്തെ ദിവസം പുലർച്ചെ 4:30 ഇറങ്ങിയതാ. ഇപ്പൊ ടൈം എത്ര? 12:30 ആയിട്ടുണ്ടായിരിക്കും. 12 കഴിഞ്ഞു. ഇതിനിടയിൽ കണ്ണൊന്ന് അടച്ചൊന്നിരിക്കാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. ഇതായിരുന്നു. അപ്പൊ നമ്മളെ കൂടെ ഉള്ള ആളുകൾക്ക് അറിയാം. അത് ചിലപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി ചിലപ്പോൾ ഉറക്കം വരുന്നതുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ആ ഉറങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമല്ല. ഇന്ന് ഫുൾ ആക്റ്റീവ് ആയിരുന്നു. ഈ ആക്റ്റീവായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നത് ഒരിക്കലും നന്ദന് വിചാരിക്കണം നമ്മുടെ ശരീരത്തിന്റെ കാര്യം കൊണ്ടല്ല. ശരീരത്തിന്റെ കാര്യം കൊണ്ടാണ് തളർന്ന് വീഴേണ്ട ടൈം കഴിഞ്ഞു. പുലർച്ചെ 4:30, ഇപ്പൊ വൈകുന്നേരം 12 മണി കഴിഞ്ഞു. ടൈം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ പാഷനേറ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിന് കഷ്ടപ്പാടുണ്ടാവും. നാസറിക്ക് അങ്ങനെയായിരുന്നു ആദ്യമൊക്കെ, ഇപ്പൊ ഇങ്ങനെയായി. നാസറിക്ക് മടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഉള്ള സാധനമായിരുന്നു. ഇപ്പൊ ചേച്ചിയുടെ കൂടെ നടന്നിട്ട് ഞാനിപ്പോ എല്ലാം പഠിച്ചെന്ന് ശരിക്കും സെയിം ഒരു വേവ് ലെങ്ത് വൈബാണല്ലേ. അതാണ് ഒത്തുപോകുള്ളൂ. സൈറ്റുകളുണ്ട്. ഞങ്ങള് രാത്രി ഇവിടുന്ന് 2 മണിക്കൊക്കെ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാല് പിന്നെ പിറ്റേന്ന് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേന്ന് രാത്രി 2 മണിക്കൊക്കെ തിരിച്ചെത്തുക. ഡ്രൈവ് ചെയ്ത് പോയി ഞങ്ങള് പാട്ടും പാടി അത്രയും വൈബിളുള്ള ഒരാളൊപ്പം ഉണ്ടെങ്കിൽ തന്നെയാണ് ഇത്രയും ടൈം നമുക്ക് എഫേർട്ട് വല്ലാതെ പ്രശ്നം ഇല്ലാതിരിക്കുക. അല്ലെങ്കിൽ നമ്മളൊപ്പമുള്ള ഒരാൾക്ക് കുറെ ഡ്രൈവ് ചെയ്ത് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടായി. നമ്മൾക്ക് എന്ത് സ്ട്രെങ്ത് ഉണ്ട് പറഞ്ഞ കാര്യമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ കൂടെ അതുപോലെ എനിക്ക് ആദ്യത്തെ എല്ലാം ഉണ്ട്, ശരീരത്തിലെല്ലാം ഞാൻ ഓക്കെ പവർഫുള്ളാ. ഞാൻ വണ്ടി ഓട്ടി എന്തൊക്കെ ആയിക്കോട്ടെ, ഈ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും എനർജിയിൽ ഇരിക്കണ്ടേ, പിന്നെ ഞാൻ അവിടെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെ,
പറഞ്ഞു അതെ മിണ്ടാ അത് പറയാനായിട്ട് പറ്റാത്ത അവസ്ഥയാണ്. ആളിരിക്കുന്നുണ്ട്, ആള് എൻജോയ് ചെയ്യുന്നുണ്ട് യാത്രകള്. 12-15 മണിക്കൂർ ആള് ഇരുന്ന് യാത്ര ചെയ്യുന്നുണ്ട്, ഒരു മുഷിക്കും അറിയില്ല, പറയുന്നില്ലെന്ന്. അപ്പൊ പിന്നെ ഞാനെന്ത് പറയാനാണ്. എനിക്ക് വാ എന്ന് പറയാൻ വയ്യാന്ന്. ശരിക്കും പറഞ്ഞാല് ഈ ഒരു എഫേർട്ട് നമ്മള് ഈ 18 വയസ്സ് മുതൽ എടുത്തത് കൊണ്ട് തന്നെ ഒരു 26ാമത്തെ വയസ്സായപ്പോൾ ഒരു 12 സെന്റ് സ്ഥലം നമുക്ക് വീട് വെക്കാനായിട്ട് എനിക്ക് സ്വന്തമായിട്ട് വാങ്ങാനായിട്ട് പറ്റി. നമ്മൾ ഏൺ ചെയ്ത പൈസ കൊണ്ട് വാങ്ങാൻ പറ്റി. അതായത് അത് ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അത്ര വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. ചില കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. പക്ഷെ അത് എത്തിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത തരത്തിൽ അത് ശൂന്യതയിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു ലൈഫ് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, ചേട്ടൻ പണി കഴിഞ്ഞ് ചേട്ടൻ പോവാണ്. അതെ, ഇപ്പോഴും ഇവിടെ തന്നെ. അതെ, അപ്പോ അതെന്തിനാ പറയുന്നത് വെച്ചാൽ നന്ദന എന്നെ പോലെയുള്ള ഒരു ഏജ് കടന്നു വരുന്ന ഒരു ആളാണ്. ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും, നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും. അത് മാത്രമല്ല ഒന്നും നടക്കണില്ല, ചേച്ചിയെല്ലാം നടക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, എല്ലാം നടക്കും. ആ നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞതൊന്നും ഓർമ്മയുണ്ടാവും. വിചാരിക്കുന്നതിനേക്കാൾ അതിപ്പോ നമ്മളൊരു ടൈം വെച്ചിട്ടുണ്ടാവില്ല, അതിനേക്കാൾ മുൻപ് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും. അതില് വിശ്വസിക്കുക, അത് നടക്കുമെന്നുള്ളത് വിശ്വസിക്കുക, എന്നിട്ട് ആക്റ്റീവായിട്ട് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എഴുതി വെച്ച് അതിന് പ്രിപ്പയർ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ഒരു 29-30 വയസ്സായപ്പോൾ ഒരു 3000 സ്ക്വയർ ഫീറ്റോളം 1500 സ്ക്വയർ ഫീറ്റോളം ഉള്ള വീട് വെച്ചു. കുറച്ച് ലോൺ ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും ഇത് കംപ്ലീറ്റ് കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. അതിന് മുൻപ് 3500 സ്ക്വയർ. അതേപോലെ 1000 നടക്കാത്ത എന്നോടോ പാലായി 3500. ഇത് ഇതിനെ പറയുക, അതിന് മുമ്പ് ഒരു സോൾഡ് ബ്ലോക്കിന്റെ ഒരു കമ്പനി, ഒരു 10-25 സെന്റ് സ്ഥലം അത് വാങ്ങി, അങ്ങനെ അതിന്റെ ഒരു കമ്പനി അവിടെ സ്റ്റാർട്ട് ചെയ്തു. ടെക്സ്റ്റൈൽസിന്റെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തായിരുന്നു, ഓഫീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു പ്രൈവറ്റ് ഫാമിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓവർലോഡ് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഗവൺമെന്റ് സർവീസിലാണെന്നുണ്ടെങ്കിൽ ഒരു ടൈം പീരീഡ് മാസം ആ കിട്ടുന്ന പൈസ തന്നെ കിട്ടുള്ളൂ, അതിനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നമ്മളൊരു കാര്യത്തിനായിട്ട് മാറ്റി വെക്കണം, ഓരോ സാധനങ്ങൾ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ലിമിറ്റ് ഉണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളാണ് വിചാരിക്കുന്നത് എത്ര ടൈം നമ്മൾ ഓവർ ടൈം വർക്ക് ചെയ്യണോ, അല്ലെങ്കിൽ ആ ഒരു നല്ല എഫേർട്ട് എടുത്ത് അതിൽ വർക്ക് ചെയ്യാൻ നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് സർവീസിലിരുന്ന് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടും 4 ഇരട്ടി നമുക്ക് പ്രൈവറ്റ് ഫാമിലി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരിക്കലും ഒരു ഗവൺമെൻറ് ജോബ് കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ ആരും ടെൻഷൻ അടിക്കണ്ട. അതൊരു പരിധിയുള്ള ഇൻകമാണ്. പരിധിയില്ലാത്ത ഇൻകത്തിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് എന്ത് ആണെങ്കിലും ഇപ്പോൾ ഒരു 2000 ഒരു 5000 രൂപയോളെന്ന് വിചാരിച്ചോ, അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാവുന്ന ബിസിനസ് ഉണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വെച്ച് കയറി വരാം. ഒരു ചെറിയ ടൈം കൊടുക്കണം നമ്മൾ, അല്ലാണ്ട് ഒറ്റയടിക്ക് നമുക്കിപ്പോൾ ചിലപ്പോൾ അതേപോലെ ഒരുപാട് തെളിയിച്ച ആളാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ ഇരുന്നിട്ട് നോക്കുന്നത്. അതെ, അപ്പം എനിക്ക് എപ്പോഴും വെച്ചാൽ നമ്മളെ കൂടെ ഉള്ള ഓരോ പെൺകുട്ടികളെ കാണുമ്പോഴും അവർ പല കാര്യങ്ങൾ പറഞ്ഞ് നിരാശപ്പെടുമ്പോഴും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു 10 രൂപ കയ്യിലില്ല എന്ന് പറയുമ്പോഴും, ആവശ്യങ്ങൾക്ക് ആഗ്രഹങ്ങൾക്കും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്, ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്നെപ്പോലെ ഈ ഒരു കാല് വെച്ചുകൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ 2 കാലുള്ള നിങ്ങൾക്ക് ഇതിനേക്കാൾ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. സോ നിങ്ങളത് തിരിച്ചറിയാത്തൊരു പ്രശ്നമുണ്ട്, അത് തിരിച്ചറിയാൻ ശ്രമിക്കണം. അതിനായിട്ട് എഫേർട്ട് എടുത്ത് നടക്കണമെന്നുള്ളതാണ് ഈ കാണുന്ന എല്ലാ പെൺകുട്ടികളോടും പറയാനുള്ളത്. പലരും വിചാരിക്കും ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും എല്ലാം കിട്ടുന്നു. അങ്ങനെ ഒന്നുമല്ല. എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ആ മുന്നോട്ട് പോകുന്നതിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു കളങ്കവും ഇല്ലാതെ, ഒരു ചതിയോ വഞ്ചന നമ്മൾ ചെയ്യാതെ ഉള്ളൊരു ബിസിനസ്സിലേക്ക് കടന്നു. പിന്നെ നമ്മൾക്ക് ഏതൊരാളുടെ അടുത്ത് മുൻപിലും നമുക്ക് സംസാരിക്കണം. ഇപ്പോൾ ശരിക്കും സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളത് ഒരു തെറ്റ് കാണാൻ കാത്തിരിക്കുന്ന ആളുകളാണ് ഉറപ്പായിട്ടും. അപ്പോൾ അതിൽ നമ്മളെ പെട്ടെന്ന് തളർത്താനായിട്ട് പറ്റും. ഞാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്തവിടെ പറഞ്ഞാലും നമ്മളെ കയ്യിൽ തെറ്റില്ലെങ്കിൽ നമുക്ക് തലയുയർത്തി നിൽക്കാം, ഒരു പ്രശ്നം ഒരാളുടെ മുമ്പിൽ പേടിക്കേണ്ട ആവശ്യം. അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം മൈൻഡിൽ സെറ്റ് ആക്കുക, മുന്നോട്ട് പോവുക എന്നുള്ളത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് നിന്ന് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി എന്താണ് അടുത്തത് ചോദിക്കാനുള്ളത്? ചേച്ചി പറഞ്ഞു ഞാൻ ചേച്ചി ഉറങ്ങില്ല, ഞാൻ ഇപ്പൊ ഉറങ്ങുന്നൊക്കെ ചേച്ചിയുടെ കേട്ടിട്ടേ 12 മണിയൊക്കെ കഴിഞ്ഞല്ലോ. പക്ഷെ ഈ 4:30 എണീറ്റിട്ട് എന്താ സംഭവം ഇത്രയും സമയം വരെ ഇരിക്കാന്ന് വെച്ചാൽ പറഞ്ഞാൽ നടക്കണ കാര്യമില്ല എനിക്ക്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത. അപ്പോൾ നന്ദുട്ടി, ഇപ്പോൾ ഞാൻ ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ നന്ദനയെ കുറിച്ച് അറിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാൻ തോന്നിയത്. നന്ദനയുടെ എത്രാമത്തെ വയസ്സിലാണ് അച്ഛൻ മരണപ്പെട്ടത്? ഞാൻ 4 പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കണേ. ചേച്ചി 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്, പിന്നെ അമ്മ. ഞങ്ങളുടെ അച്ഛൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ നല്ല ഗംഭീര ഫാമിലി ആയിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഇറക്കി വിട്ടു.
പിന്നെ അമ്മയ്ക്ക് പോകാൻ വേറൊരു വഴിയില്ല. അമ്മ എന്ത് ചെയ്തിട്ടായിരുന്നു? അമ്മ വീട്ടുപണിയായിരുന്നു. ഞാൻ ആരോട് വേണമെങ്കിലും പറയും. പണ്ട് എനിക്ക് മടിയായിരുന്നു. പണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ അമ്മ വീട്ടുപണി എന്ന് പറയുമ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും? വലുത് പണ്ട് വലുതായി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്തിന് എന്റെ അമ്മ ജോലിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത്, അല്ലാണ്ട് കക്കാനും പോയിട്ടും കട്ട് പറിക്കാനൊന്നും പോയിട്ടൊന്നുമില്ല, പോയിട്ടാണ് ജോലി ജീവിക്കുന്നത്. മറ്റേ വീട്ടുജോലി എന്നുള്ളൊരു കാര്യത്തിൽ 1% പോലും നമുക്കൊരു ഇത് വരേണ്ട ഒരു തോന്നേണ്ട ഒരു കാര്യമേ ഇല്ല. ചെറുപ്പത്തിൽ ബോധമില്ലാത്ത സമയത്ത് ഇപ്പോൾ ബോധമില്ല, ഏറ്റവും പ്രൗഡായിട്ട് നമുക്ക് തോന്നേണ്ട ഒരു കാര്യം. അതായത് ഭർത്താവ് മരിച്ച ഓരോ സ്ത്രീകളും അനുഭവിക്കുന്ന ഏറ്റവും ദാരുണമായിട്ടുള്ള സംഭവങ്ങളാണ് അതൊക്കെ. അതിൽ പലരും അവനവന്റെ സുഖം നോക്കി പോകുന്ന ആളുകളുണ്ട്, മക്കളെ മാറ്റി നിർത്തി ജീവിതം വേറെ കണ്ടെത്തുന്ന ആളുകളുണ്ട്. അതിൽ നിങ്ങളുടെ അമ്മയൊക്കെ ചെയ്തൊരു മാതൃക എന്ന് പറയുന്നത്, എന്റെ അമ്മ ഇത്രയും വയസ്സായി എന്നിട്ട് എന്റെ അമ്മ പറഞ്ഞു, നമ്മള് പറയും വേറെ കല്യാണം എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് അമ്മ ഇതുവരെ പോലും. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചത്. അത് പറഞ്ഞാൽ അതിനൊന്നും പകരം വെക്കാൻ മറ്റൊന്നും ഇല്ല നന്ദന. ശരിക്കും ആലോചിച്ചു അവര് ലൈഫ് എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാ പോയത്. അപ്പൊ നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ അമ്മേനെയൊക്കെ ലൈഫ് ലോങ് അവരുടെ ജീവനുള്ളിടത്തോളം കാലം അത്രയും സന്തോഷിപ്പിച്ചിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ മരിച്ച ഒരു മോള് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ച ഒരു മക്കള് അവർ വളർന്നു വരുന്ന ഒരു സാഹചര്യം ഈ സമൂഹത്തിന് അതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ അതറിയാത്തവർക്ക് അല്ലെങ്കിൽ അനുഭവിക്കാത്തവർക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. കാരണം അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അവർ ഓരോ ദിവസവും കടന്നു പോയിട്ടുള്ള ഒരു ഇത്. ഇപ്പൊ പലരും എന്തെങ്കിലും ഒരു നന്ദനെടുത്തുള്ള എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ കാണുമ്പോൾ അതിനെ കുറ്റപ്പെടുത്താൻ ആളുകളുണ്ടാവും. വേറൊരു കാര്യമുണ്ട്, ബിഗ് ബോസ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അതിന്റെ കളകളെ കേട്ടപ്പോ ഇത്രയും വെറുപ്പിക്കൽ സാറല്ലാന്നാ വിചാരിച്ചു. പക്ഷെ കൂടെ ചേർത്ത് നിർത്തിയപ്പോഴല്ലേ ഇത്രയും നല്ലൊരു തങ്കക്കെട്ടല്ല എന്ന് മനസ്സിലായി. സൂപ്പർ കുട്ടിയാണെന്ന് അതിലല്ലേ നമ്മൾ ഒരാളെയും കുറച്ച് സമയത്ത് അവരുടെ പെർഫോമൻസിൽ ഒരാളെ നമ്മൾ വിലയിരുത്താൻ പറ്റില്ല. ഒരിക്കലും അങ്ങനെ നന്ദനയും ചെയ്യാൻ പാടില്ല. മറ്റൊരാൾ ചിലപ്പോൾ കുറച്ച് സമയത്ത് അവരുടെ ലൈഫിലത്തെ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് അവർ അങ്ങനെ ആയി എന്നുള്ളത് ചിന്തിക്കണം. കുറച്ച് ടൈം കൊടുക്കണം. അടുത്ത അവരുടെ എന്താണ് പെർഫോമൻസ് അല്ലെങ്കിൽ എന്താണ് അവരെന്നുള്ളത് ചിന്തിച്ചതിന് ശേഷമാണ് നമ്മൾ അവരെന്താ അവരുടെ ക്യാരക്ടർ എന്താണെന്ന് തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിനൊരു നമ്മളൊരു കമന്റ് പോലും പറയാൻ പാടുള്ളൂ എന്നുള്ളത് അത് നന്ദനയ്ക്ക് തന്നെ അറിയാം. അപ്പോൾ മറ്റൊരാളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ പോർഷൻ്റെ ആരുകളെയും കണ്ടിട്ട് എന്നെ ഇതുപോലെ പറയുമ്പോൾ എനിക്ക് എന്താവും മാനസികാവസ്ഥ. എല്ലാവരും അങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എല്ലാവരും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. ഒരു ഷോർട്ട് ടൈമിൽ ഒരാളുടെ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ അവരുടെ ഒരു സംസാരമോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഒരു ബിഹേവിങ്ങോ കണ്ടിട്ട് ഒരിക്കലും ഒരു മനുഷ്യനെ വിലയിരുത്താനേ പാടില്ല. അവരുടെ ബാക്ക്ഗ്രൗണ്ടും ആ ഒരു സമയത്ത് അവരതങ്ങനെ പെരുമാറാനുള്ള സാധ്യതകളൊക്കെ മറ്റു പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാതെ ആ ഒരു മൊമെന്റിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെ വെച്ചിട്ട് എന്തോരം ബേർഡ് കമന്റ്സ് ആണ് വരുന്നത്. തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും വരുന്നത് മറ്റാളുകൾക്ക് ഏത് രീതിയിലും മാതൃകയാക്കാൻ പറ്റാവുന്ന തരത്തിൽ നമ്മൾ അഭിനയിക്കൽ മാത്രമല്ല മറ്റുള്ള കാര്യങ്ങളിലേക്ക് കമന്റ് ചെയ്യുമ്പോഴും വേറൊരാളുടെ കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും അതിന്റെ നല്ല വശങ്ങളെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കണം. പൊട്ടവശങ്ങൾ മാത്രമല്ലാണ്ട് നല്ല വശങ്ങൾ കൊണ്ട് ഇപ്പൊ നന്ദനയ്ക്ക് ആ ഒരു കാര്യങ്ങൾ കുറച്ച് ടൈം ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഉറപ്പായിട്ടും പലരും പല രീതിയിൽ ഇപ്പൊ മൊയ്നിക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കണ്ട് സംസാരിച്ച ആ ഒരു സമയത്തുള്ള അവരുടെ ഒരു ഇതെന്റെ അടുത്ത് പറഞ്ഞത് അത്രയും നല്ലൊരു കുട്ടിയാണ്, നല്ല ഇതാണ്. ഇപ്പൊ എനിക്കിപ്പോ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി നമ്മൾ അതില് ഇപ്പില്ലേ ഈ പറഞ്ഞ മാതിരി എന്തൊക്കെ കലബിലടിച്ച് നടന്നാലും ഒരു ലൈഫിൽ ഒരുപാട് വേദനകൾ സഹിച്ച് അല്ലെങ്കിൽ ഒത്തിരി രാത്രികൾ കരഞ്ഞ് അച്ഛനില്ലാത്തതിൻ്റെ വിഷമം കൊണ്ടും അമ്മയുടെ ഒരു സാന്നിധ്യം ഉണ്ടാവില്ല. കാരണം ആ ഒരു ടൈമിലൊക്കെ ജോലിക്ക് പോകുന്ന ഒരു അമ്മയാവുമ്പോൾ അതും ഉണ്ടാവില്ല. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആഗ്രഹിച്ച സാധനങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അവർക്ക് വേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും അവർ ത്യജിച്ചുകൊണ്ടാണ് ഈ ഒരു ലൈഫിൽ ഇപ്പോഴും ഈ ഒരു ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ മറ്റുള്ള ഒരു നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് പോയിട്ടുള്ള അവരുടെ കാര്യങ്ങളും അവരുടെ ജോലിയായിട്ട് മുന്നോട്ട് പോകുന്നു. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഒരു കലവിലെ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരാളെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേറൊരു രീതിയിലൊരു കമന്റ് ഇടുന്നതിനോട് ഞാൻ പണ്ടേ യോജിപ്പില്ല. ഇപ്പൊ നിങ്ങളെടുത്തും പറയുന്നു ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യരുത്. ഞാൻ നാസർക്കൊക്കെ ഒരു ബിരിയാണി മേടിച്ചു ഇടക്കിടയ്ക്ക് ഇങ്ങനെ കൊക്കുണ്ടെന്ന് സത്യം പറഞ്ഞാൽ സന്തോഷം കേട്ടോ. നീ ഇപ്പൊ കാർ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കേൾക്കുമ്പോ മനസ്സിന് ഭയങ്കര സന്തോഷമല്ലേ. അതുപോലെ വീട് അത് എടുത്തിരിക്കും. എന്റെ അമ്മ നാസർക്കയുടെ നാവ് പൊന്നാവട്ടെ. ഇത്രയും കാലമായിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആ ഒരു എന്റെ ആഗ്രഹം മോനിക്കുറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ആഗ്രഹം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീടാണ്.
ഇൻഷാ അല്ലാ. അത് അതൊക്കെ എത്രയും പെട്ടെന്ന് നിറവേറും. തന്നെ ആവാം. ബിൽഡേഴ്സ് ആരാന്നറിയോ? ബിൽഡേഴ്സ് ആരാന്നൊക്കെ അറിയാന്നൊക്കെ നിങ്ങൾക്ക് അവര് പറഞ്ഞിട്ട് കൂടില്ല. അപ്പൊ ഞാൻ ബിൽഡേഴ്സ് ആരാന്നൊക്കെ ഇതേ ഇരിക്കുന്നു. അത് നന്ദന ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറം നല്ലൊരു പ്രൊജക്ട് ചെയ്യാനായിട്ട് സാധിക്കട്ടെ, അതിന്റെ ഒരു ഭാഗമാവാൻ നമുക്ക് സാധിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പൊ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഈ പറയുന്ന നന്ദന നിങ്ങൾ ഈ കാണുന്ന പലർക്കും മാതൃകയാണ്. പല ഞാനല്ല കേട്ടോ മാതൃക, സത്യം പറയട്ടെ. ഞാൻ ഈ ആത്മഹത്യ ചെയ്യുന്ന കുറെ പേരുണ്ട്. ഈ ഇതെന്താ പറയാ, എന്റെ അവള് തന്നെ തേച്ചിട്ട് പോയി, ഇവൻ എന്നെ തേച്ചിട്ട് പോയി ആത്മഹത്യ ചെയ്യുന്നു, എന്റെ അഫെയർ ശരിയല്ല, പിന്നെ ജോലി പോയി എന്നൊക്കെ പറഞ്ഞ കുറെ പേര് ആത്മഹത്യ ചെയ്യുന്നു. അവരോടൊക്കെ പോയി പറയാറുള്ളത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമില്ല. ഈ ചേച്ചിയുടെ കാല് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും പരിമിതികളിൽ നിന്നിട്ടും ഒരു കാല് വെച്ചിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ചേച്ചി ഒരു വലിയ എനിക്കെന്നല്ല, എന്നെ പോലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർ, നാസ്രിക്കനെ പോലുള്ള പുരുഷന്മാർക്ക് വരെ മാതൃകയാണ് തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും. അതെ, എനിക്ക് എപ്പോഴും പറയാൻ വാക്കുകളില്ല ചേച്ചിനെ കുറിച്ചിട്ട്. അപ്പൊ എന്തായാലും ദൈവത്തിനോട് ഒരു കാര്യം പറയാനുള്ളൂ. ഇങ്ങനെ ഇത്രയും കഴിവുള്ള ഒരു ചേച്ചിക്ക് ഇത്രയും ചെറിയൊരു പരിമിതി കൊടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്നാലും ഇത്രയും കഴിവുകളും കൂടെ കൊടുത്തു. തീർച്ചയായിട്ടും. അതുകൊണ്ടല്ലേ ഞാൻ നന്ദനേനെ വന്നിട്ട് ഒരുമിച്ച് നമ്മൾ സംസാരിക്കാൻ പറ്റിയതും കാണാൻ പറ്റിയതും. ഇന്ന് രാവിലെ 4:30 പോയതാണ്, വൈകിട്ട് ഇപ്പൊ ഇത്ര ടൈമായി പറഞ്ഞില്ല. ഈ സമയത്താണ് ഇപ്പൊ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചത്. പക്ഷെ അതൊരു പോസിറ്റീവായിട്ട് ചേച്ചിനെ കാണാൻ എനിക്ക് വീഡിയോ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ പറഞ്ഞു, ചേച്ചി ഓക്കെ കുഴപ്പമില്ല മോളെ, സമയം ഒന്നും നോക്കണ്ടെന്നൊക്കെ പറഞ്ഞു ഡ്രൈവ് ചെയ്ത് എവിടുന്നോ വരുന്നതാണ് പാവം. എന്നിട്ട് നമ്മളെ കണ്ട് സംസാരിച്ചല്ലോ, വലിയ എന്താ പറയാ സന്തോഷം. അപ്പൊ എന്തായാലും മാതൃക ആക്കേണ്ടത് എന്നെയല്ല, നസ്രിക്കിനെയല്ല, രണ്ടുപേരും മാതൃക ആക്കണം. ഞാൻ പറയാ രണ്ടുപേരും സൂപ്പറാ കിട്ടുവാണ്. നാസറിക്ക് രണ്ടും കൂടി ചായ വീണ്ടും ചായ ഞാൻ ചെലവ് അത് ചെലവ് കൂടൊന്നുമില്ലല്ലോ. രണ്ടുപേരും നമുക്ക് മാതൃകയാക്കാൻ പറ്റും. ഇതുവരത്തെ മാതൃക മാത്രമല്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ട് മറ്റുള്ള കുറെ കുട്ടികൾക്ക് മാതൃകയാവുന്ന തരത്തിൽ നന്ദനയുടെ ലൈഫ് ഏറ്റവും നല്ല പ്രചോദനാത്മകമായി മുന്നോട്ട് പോവട്ടെ. എല്ലാ നെഗറ്റീവുകളെയും എടുത്ത് പുറത്തേക്ക് വലിച്ചറിയാം. എല്ലാവർക്കും നല്ല സമാധാനം സന്തോഷം കൊടുക്കുന്ന തരത്തിലുള്ള എല്ലാ ആറ്റിറ്റ്യൂഡുകളും മാത്രം നമ്മൾ പുറത്തെടുക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് എപ്പോഴും മനസ്സിൽ പ്രാർത്ഥിക്കാം. അപ്പൊ നമുക്ക് സ്വയം നമുക്ക് നല്ലതേ വരൂ, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ഭാഗത്തുനിന്ന് ഒരാൾ നമ്മളെ റിജക്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചാൽ അതല്ല അവസാനമാക്കുക. ഒരാൾ നമ്മളെ റിജക്റ്റ് ചെയ്തു പോയി അതിനേക്കാൾ നല്ലത് നമ്മളെ കയ്യിൽ വരും. അത് എന്ത് സാധ്യതകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യാം നമ്മൾ വിചാരിച്ചാൽ ചിലപ്പോൾ നമുക്ക് തട്ടിത്തെറിച്ച് പോയാൽ അത് പോകാനുള്ളതാണ്. അതിനേക്കാൾ നല്ലത് നമുക്ക് വരാനായിട്ടിരിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾക്ക് നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നു, ആ സുഹൃത്ത് നമ്മളെ കയ്യിൽ നിന്ന് പോയിച്ചാൽ അതിനേക്കാൾ നല്ലൊരു സുഹൃത്ത് നമുക്ക് വരാനിരിക്കുന്നുണ്ട്. ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പോഴും ഹാപ്പി അല്ല. ലൈഫിലൊരു 3-4 ഘട്ടങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ട പല കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകും. ആ കടന്നു പോകുന്ന കാലഘട്ടങ്ങളെ വളരെ സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ച് അതിനെ അക്സെപ്റ്റ് ചെയ്ത് ദെൻ നെക്സ്റ്റ് ലെവലിലേക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് കൃത്യമായി നമ്മൾ പഠിച്ച് സ്റ്റഡി ചെയ്ത് ആഗ്രഹങ്ങൾ എഴുതി വെച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. എല്ലാവിധ നന്മകളും ഉണ്ടാവും. ഇന്നിപ്പോൾ ഈ രാത്രി 12 പറയുന്ന വാക്കുകൾ നാളെ നല്ല രീതിയിൽ പുലർന്നു വരട്ടെ. അപ്പൊ എന്തായാലും ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. അപ്പൊ എനിക്ക് എന്തായാലും എന്റെ പുതിയൊരു ചേച്ചിനെ കിട്ടി. അതെ, എനിക്ക് പുതിയ ചേച്ചിനെ കിട്ടും ചെയ്തു. നിങ്ങൾ എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെടില്ല എന്ന് ഉറപ്പായിട്ടും പറയും. ഇഷ്ടപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് ഒരു മാതൃകയാക്കേണ്ട എന്റെ പൊന്നു ചേച്ചിനെ നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. അതെ അതെ അതെ, ഞങ്ങൾ രണ്ടുപേരും നാസർക്ക് എന്നെ വീണ്ടും പൊക്കുന്നുണ്ട്. വീഡിയോ ഓഫ് ചെയ്തിട്ട് വേണം നാസർക്ക് 2 കൊടുക്കാൻ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓഫ് ചെയ്ത് ഉറങ്ങി എടുത്തിട്ട് എന്തായാലും ചേച്ചി പറഞ്ഞത് നാവ് പൊന്നാവട്ടെ. എന്നോട് പറഞ്ഞത് സ്ഥലമൊക്കെ മേടിച്ചിട്ട് വീടൊക്കെ സെറ്റ് ആവട്ടെ. ദൈവം എന്തായാലും ചേച്ചിനെ എന്നെ വിളിക്കല്ലോ കേട്ടോ. ചേച്ചി എന്റെ വീട് സെറ്റാക്കി തരണം എന്നൊക്കെ. ലാസ്റ്റ് നീ വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് വീട് സെറ്റാക്കി തരാൻ പറയുന്നൊക്കെ. അങ്ങനെയല്ല കേട്ടോ, ചേച്ചിയുടെ സ്വഭാവം വെച്ചിട്ട് ചേച്ചി എല്ലാവർക്കും സഹായിക്കും തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത്രയും നല്ലൊരു തങ്കപ്പെട്ട മനസ്സിലുള്ള ചേച്ചി ആരെയും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഇപ്പോഴാണ് വീഡിയോയിൽ കണ്ടിട്ടില്ലെങ്കിൽ നേരിട്ട് കാണാൻ പറ്റിയത് ഇപ്പോഴാണ്. ചേച്ചിനെ ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ കുറേ ഡൗട്ടുകൾ ഉണ്ടാവും. ഇപ്പോൾ വീട് എന്ന് പറഞ്ഞ ഒരു സ്വപ്നമാണല്ലോ. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ചേച്ചിനെ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? കോൺടാക്ട് നമ്പർ തരാം. കോൺടാക്ട് നമ്പർ ഓക്കെ. അപ്പം ഞാൻ വീഡിയോയുടെ അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ കൊടുക്കട്ടെ. ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഞാൻ ഇൻസ്റ്റ ഫേസ്ബുക്ക് ഒക്കെ ആക്റ്റീവ് അല്ലേ? ആക്റ്റീവ് അല്ലേ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, നല്ല ആക്റ്റീവ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇൻസ്റ്റയിൽ വർക്കിന്റെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇടുന്നു മാത്രം. അപ്പൊ ഫുൾ ടൈം ഇൻസ്റ്റയിൽ ആക്റ്റീവ് ആക്കണം. ഞാൻ അന്യല്ലേ പരിചയപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ റീലൊക്കെ ചെയ്യട്ടോ. നമുക്ക് 2 ഡാൻസ് ഇപ്പൊ എന്താ വെച്ചാൽ ഇതുവരെ ചെയ്യാൻ പറ്റുന്ന ആള് നമ്മൾ ഇനി ഡാൻസ് റീൽ വരെ ഞാൻ ചെയ്യിപ്പിക്കുന്നൊക്കെ. എന്റെ ഡാൻസ് ഒന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് ചേച്ചി. അപ്പൊ എന്തായാലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിന്റെ ഒക്കെ ഞാൻ ലിങ്കിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഫോളോ ചെയ്തോളൂ. വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താലും മതി അല്ലേ? ഉറപ്പായിട്ട് നമ്മളത് പൊളിച്ച് അടുക്കിയിരിക്കും. ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒക്കെ വാഴുന്നത് നമ്മുടെ ചേച്ചിയാണ്. എന്നാ തമാശ പറഞ്ഞ പോലെ ഒന്നല്ല കേട്ടോ. അതെ, വീട് വെക്കണത് സീരിയസ് ആയിട്ട് വീട് വെക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ മിൻഹാജ് ഞാൻ പറഞ്ഞിട്ട് മുമ്പ് ഞാൻ പറഞ്ഞു മിൻഹാജ് ബിൽഡേഴ്സിനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ചേച്ചിക്ക് പറഞ്ഞല്ലോ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അവരെ ഫോളോ
നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല, ചേച്ചിനെ സപ്പോർട്ട് ചെയ്യണം മാക്സിമം. ചേച്ചി നല്ല നിലയ്ക്ക് കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മോനിക്കയുടെ കണ്ടിട്ടുണ്ടാവും വീഡിയോസ്, അല്ലാതെ തന്നെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ എന്റെ വീഡിയോയിലൂടെ തന്നെ കണ്ടവരൊക്കെ ഉണ്ടാവും, പറയും ചിലപ്പോൾ കമന്റ് ഒക്കെ. ഞങ്ങൾക്ക് അറിയാം നന്ദനെ പറയാനായിട്ട് മുമ്പെന്നൊക്കെ. അതെ. അപ്പൊ എന്തായാലും ചേച്ചിനെ സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിൽഡ് ഇനി കുറെ വർക്കുകളൊക്കെ എന്റെ വീഡിയോ കണ്ടിട്ട് വരും അല്ലേ. എന്റെ പ്രേക്ഷകർ അങ്ങനെ നല്ല ആൾക്കാരാണ്, എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. എന്റെ സബ്സ്ക്രൈബേഴ്സും എന്റെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ അങ്ങനെയുള്ള നല്ല മനസ്സുള്ള ഉടമകൾ മാത്രം എന്നെ ഫോളോ ചെയ്യൂ അല്ലേ എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ബൈ ബൈ.